സജ്ജനങ്ങളായ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ വാമനാവതാരവും മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതുമായ അധ്യായങ്ങളെ ചുരുക്കി പറയാം. ഇന്ന് തിരുവോണ നാളിൽ വാമനമൂർത്തിയായി നമ്മുടെ മുന്നിൽ വിളങ്ങി ശോഭിക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ കഥ സമർപ്പിക്കുന്നു. നമസ്തേ ദേവദേവേശ സർവവ്യാപിൻ ജനാർദ്ദന സത്വാദിഗുണഭേദേന ലോകവ്യാപാരകാരണ നമസ്തേ ബാഹുരൂപായ ചാരുരൂപായ നമോ നമഃ സർവൈകാത്ഭുതരൂപായ നിർഗുണായ ഗുണാത്മനെ നമസ്തേ ലോകനാഥായ പരമജ്ഞാനരൂപിണേ സൽഭക്തജനവാത്സല്യശാലിനേ മംഗലാത്മനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവമാതാവായ അതിഥിദേവിക്ക് കശ്യപൻ പറഞ്ഞു കൊടുത്ത പയോവ്രതം 12 ദിവസം കൃത്യമായി അതിഥിദേവി അനുഷ്ഠിക്കുകയും ഭഗവാൻ വളരെ വേഗത്തിൽ ചതുർബാഹുവായി അതിഥിദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതിഥിദേവി ഭഗവാനെ സ്തുതിക്കുകയും പിന്നീട് ഞാൻ നിന്റെ പുത്രനായി വന്ന് നിങ്ങളുടെ പുത്രന്മാരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കശ്യപനിൽ ഭഗവാൻ പ്രവേശിക്കുകയും അങ്ങനെ അതിഥിദേവിയുടെ ഗർഭത്തിൽ വസിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ബ്രഹ്മാവ് ആ ദേവനെ സ്തുതിക്കുന്നു. ജയോരുഗായ ഭഗവന്നുരുക്രമാ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ നമസ്തേ പ്രശ്നിഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശിപിവിഷ്ടായ വിഷ്ണവേ. ശ്രീശുക ഉവാച ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജാ ശങ്കഗദാബ്ജചക്ര പിശങ്കവാസാ നളിനായ ദേക്ഷണ ശ്യാമാവതാദോചശരാജകുണ്ഠല ദിശോല്ലസശ്രീവദനാംഭുജ പുമാൻ ശ്രീവത്സവക്ഷാവലയാംഘദോല്ലസൽ കിരീടകാഞ്ചീ ഗുണചാരുനൂപുരാം. ശ്രീശുകൻ പറഞ്ഞു, ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ദേവൻ അതിഥിദേവിയുടെ ഗർഭത്തിൽ നിന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ജാതനായി. ഭഗവാൻ മഞ്ഞപ്പട്ടും ധരിച്ച് ചതുർബാഹുക്കളും ആയുധങ്ങളും കൗസ്തുഭവും വനമാലകളുമായി ഭഗവാൻ അവതാരം ചെയ്തു. ഈ ഭഗവാനെ കണ്ട് കശ്യപനും അതിഥിദേവിയും വന്ദിച്ചു നിന്നു. ഈ അവതാര സമയം താരകങ്ങളെല്ലാം ശുഭസ്ഥാനത്ത് നിന്നു. ഋതുക്കൾ ഫലപുഷ്ടമായി. ഗോക്കളും ദ്വിജന്മാരും സന്തോഷിച്ചു. ജനങ്ങളെല്ലാം ആനന്ദിച്ചു. ദേവദുന്ദുഭികൾ ഘോഷിച്ചു. അപ്സരസുകൾ നൃത്തം ചെയ്തു. ഗന്ധർവന്മാർ സ്തുതിഗീതങ്ങൾ പാടി. പിതൃക്കളും മുനിശ്രേഷ്ഠരും സ്തോത്രം ചെയ്തു പൂമഴ പൊഴിഞ്ഞു. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയാ കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതി. ആ ദേവൻ ഒരു നടൻ എന്ന പോലെ തൻ്റെ രൂപം മാറ്റി ഒരു ബ്രാഹ്മണ വടുവിന്റെ രൂപത്തിൽ കാണപ്പെട്ടു. ഹ്രസ്വാങ്കനായ ആ ബാലനെ കണ്ട് ഋഷിമാർ കശ്യപനെ കൊണ്ട് ജാതക കർമാദികൾ ചെയ്യിച്ചു. തസ്യോപനീയമാനസ്യ സാവിത്രിം സവിതാ ബ്രവീത് ബൃഹസ്പതിർബ്രഹ്മസൂത്രം മേഖലാം കശ്യപോ ദദാത് ദദോ കൃഷ്ണാജിനം ഭൂമിർദണ്ഡം സോമോ വനസ്പതി കൗപീനാച്ഛാദനം മാധാദ്യോ ഛത്രം ജഗദപതേ കമണ്ഡലും വേദഗർഭ കുശാൻ സപ്തർഷയോ ദദു അക്ഷമാലാം മഹാരാജ സരസ്വത്യവയാത്മനാ തസ്മാ ഇത്യുപനീതായ യക്ഷരാട് പാത്രികാമധാത് ഭിക്ഷാം ഭഗവതി സാക്ഷാതുമാദാദംബികാ സതി. ആ കുമാരന്റെ ഉപനയന സന്ദർഭത്തിൽ സൂര്യദേവൻ ഗായത്രി ഉപദേശിച്ചു. ബൃഹസ്പതി ബ്രഹ്മസൂത്രം ധരിപ്പിച്ചു. കടിസൂത്രം കശ്യപനും ധരിപ്പിച്ചു. ബ്രഹ്മചാരിക്ക് കൃഷ്ണാജിനം ഭൂമിയും ചന്ദ്രൻ ദണ്ഡവും അതിഥിദേവി കൗപീനവും ധരിപ്പിച്ചു. വിൺദേവതമാർ ഒരു കുടയും കൊടുത്തു.
സരസ്വതീദേവി അക്ഷമാലയും, സപ്തർഷിമാർ കുശയും, ബ്രഹ്മാവ് കമണ്ഡലവും, കുബേരൻ ഭിക്ഷാപാത്രവും, അംബിക ഭഗവതി ഭിക്ഷയും കൊടുത്തു. ആ ബ്രഹ്മചാരി കാന്തീഭുവായി പരിലസിച്ചു. ബ്രഹ്മചാരിയായ ആ വാമനമൂർത്തി അഗ്നി ജ്വലിപ്പിച്ച് നെയ്യൊഴിച്ച് ഹോമിച്ചു. മഹാബലി ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം യജ്ഞം നടത്തുന്നതായി കേട്ട് ആ വടു നേരെ യാഗശാലയിലേക്ക് നടന്നു. തം നർമ്മദായാസ്തട ഉത്തരേ ബലേർയ ഋത്തിജസ്തേ ഭൃഗുക്കച്ച സംചകേ പ്രവർത്തയന്തോ ഭൃഗവ ക്രതുത്തമം വ്യജക്ഷതാരാദുദിതം യഥാരവിം. നർമ്മദാ നദിയുടെ ഉത്തരതീരത്ത് ഭൃഗുകച്ചത്തിൽ ഭൃഗുവംശജരായ മുനിമാർ യാഗം നടത്തുന്നു. അങ്ങോട്ട് നടന്നു ചെല്ലുന്ന ആ വടുവിനെ ഋത്തുക്കുകളും യജമാനനും സദസ്യരും കണ്ടു. ആ തേജസ് കണ്ട് അവർ വിസ്മയം പൂണ്ടു. ഈ യജ്ഞം കാണുവാനായി വഗ്നിയോ സനൽകുമാരനോ വരുന്നതാകാമെന്നവർ ശങ്കിച്ചു. ശുക്രനും ശിഷ്യരും എല്ലാവരും നോക്കി നിൽക്കവേ വാമനൻ കമണ്ഡലവും കുടയുമായി ആ യജ്ഞശാലയിലേക്ക് ചെന്ന് കയറി. അരയിൽ മേഖല ചുറ്റിയിട്ടുണ്ട്. കൃഷ്ണാജിനം ഉത്തരീയം പോലെ ധരിച്ചു നടന്നു ചെല്ലുന്ന ആ മായാബ്രഹ്മചാരിയെ ശുക്രനും മുനിമാരും എഴുന്നേറ്റു നിന്ന് തൊഴുത് സൽക്കരിച്ചു. മഹാബലി തന്നെ ആ വടുവിനിരിക്കാൻ മാന്യാസനം കൊടുത്തു. ആ ഭഗവാനെ മഹാബലി കാൽ കഴുകിച്ചു സൽക്കരിച്ചു. ശ്രീ മഹാദേവൻ പോലും ശിരസിൽ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആ പാദതീർത്ഥം മഹാബലി ശിരസിൽ ധരിച്ചു. എന്നിട്ട് മഹാബലി പറഞ്ഞു, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമധേ ബ്രഹ്മർഷീണാം തപസാക്ഷാന്മന്യേ ത്വാര്യ വപുർധരം അദ്യനാപിതരസ്തൃപ്ത അദ്യനാപാവിതങ്കുലം അദ്യശിഷ്ടാക്രതുരയം യത് ഭവാനാഗതോ ഗൃഹാൻ. മഹാബലി പറഞ്ഞു, ബ്രഹ്മൻ അങ്ങേക്ക് സ്വാഗതം, ഭവാന് നമസ്കാരം. ആഗമനോദ്ദേശ്യം എന്താണെന്ന് പറയുക. ബ്രഹ്മർഷിമാരുടെ തപശക്തി ആകാരം പൂണ്ടു വന്നതാണെന്ന് ഞാൻ കരുതുന്നു. ഭവാൻ വന്നതുമൂലം ഞങ്ങളുടെ ഭവനവും പിതൃക്കളും മംഗലരായിരിക്കുന്നു. അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചപ്പോൾ എൻ്റെ ദുഷ്കൃതമെല്ലാം മാറി. അങ്ങയുടെ പാദസ്പർശം മൂലം ഈ ഭൂമിയും ധന്യമായി. ബ്രാഹ്മണ ബാല, അങ്ങ് കേവലമൊരു അർത്ഥിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങയുടെ അഭിലാഷം എന്താണെന്ന് പറയുക. ധേനുവോ, സ്വർണമോ, വാസസ്ഥാനമോ, അന്നമോ, അല്ലെങ്കിൽ അനുരൂപ കന്യകമാരോ, സമൃദ്ധമായ ഗ്രാമങ്ങളോ, വേണ്ടതെന്താണെന്ന് പറഞ്ഞുകൊള്ളുക. അർഹനായ അങ്ങ് അതെല്ലാം വാങ്ങിയാലും. മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ദൈത്യരാജനോട് പറഞ്ഞു, അങ്ങ് വീരന്മാരുടെ കുലത്തിൽ ജനിച്ചവനും ശുക്രാദി ദ്വിജന്മാർ ഉപദേശിക്കുന്ന ധർമ്മങ്ങൾ ആചരിക്കുന്നവനുമാണല്ലോ. വരദന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങയോട് ഞാൻ അല്പം ഭൂമി മാത്രമേ യാചിക്കുന്നുള്ളൂ. അസുരേന്ദ്ര, എൻ്റെ പാദത്താൽ അളക്കുന്ന 3 അടി സ്ഥലം മാത്രം അങ്ങെനിക്ക് ദാനം ചെയ്താലും വേണ്ടിടത്തോളം മാത്രം സ്വീകരിക്കുന്നവൻ പാപത്തിന് പാത്രമായി തീരുന്നില്ല. മഹാബലി പറഞ്ഞു, ബ്രാഹ്മണ ബാല, നിന്റെ വാക്കുകൾ വൃദ്ധന്മാർക്കും സമ്മതമുള്ളവ തന്നെ. ഭവാൻ ബാലനല്ല, ബാലിശതിയാണ്. സ്വാർത്ഥം എന്തെന്നറിയാത്തവനുമാണ്. ലോകങ്ങൾക്കെല്ലാം അധിപനായ എന്നെ സന്തോഷിപ്പിച്ച് 3 അടി സ്ഥലം മാത്രം ചോദിക്കുന്നവൻ ഭോഷന്മാരിൽ അഗ്രേസരൻ തന്നെ. എന്നോട് ഒരിക്കൽ യാചിക്കുന്നവൻ പിന്നെ ആരോടും യാചിക്കേണ്ടി വരരുത്. ഉപജീവനത്തിന് വേണ്ട ഭൂമി അങ്ങ് ഇഷ്ടം പോലെ എന്നോട് വാങ്ങിക്കൊള്ളുക. വാമനമൂർത്തി പറഞ്ഞു, ഇന്ദ്രിയ ജയമില്ലാത്തവൻ എത്ര കിട്ടിയാലും മതിയാകില്ല. 3 അടി കൊണ്ട് തൃപ്തനാകാത്തവന് ഒരു ദ്വീപ് മുഴുവൻ കിട്ടിയാലും തൃപ്തിയില്ല. കിട്ടിയത് മതിയെന്ന് വെക്കുന്നവൻ സംസാര ദുഃഖത്തെ അനായാസം തരണം ചെയ്യുന്നു. വരദപ്രഭുവായ അവിടുന്ന് എനിക്ക് 3 അടി ഭൂമി മാത്രം തന്നാൽ മതിയാകും. കൂടുതൽ സമ്പത്ത് അനർത്ഥ കാരണവുമാണ്. വാമനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാബലി ചിരിച്ചുകൊണ്ട് ദാനം ചെയ്യാനായി ജലപാത്രം കയ്യിലെടുത്തു. ബുദ്ധിമാനായ ശുക്രൻ ഇത് കണ്ടു പറഞ്ഞു, ഹേ വൈരോചനെ,
ഇതു വിഷ്ണുദേവനാണ്. ദേവകൾക്ക് വേണ്ടി അതിഥി ഗർഭത്തിൽ ജനിച്ച് നിന്നെ കൊണ്ട് ശപഥം ചെയ്യിച്ചിരിക്കുന്നു. ഇതു നന്നായില്ല. ദൈത്യരെല്ലാം ദുരിതമനുഭവിക്കും. നിന്റെ ശ്രീയും കീർത്തിയും ഇയാൾ അപഹരിച്ച് ദേവേന്ദ്രനു കൊടുക്കും. സംശയമില്ല. ചോദിച്ചത് മുഴുവൻ കൊടുക്കാൻ കഴിയാഞ്ഞാൽ നരകത്തിൽ പതിക്കും. അതിനാൽ കൊടുക്കാതിരിക്കുകയല്ലേ നല്ലത്. നാരിമാരിലും വേളി, ഹിംസ എന്നിവയിലും നേരം പോക്കിലും ഉപജീവന മാർഗത്തിനും പശു ബ്രാഹ്മണ ഗണ ത്രാണനത്തിനും കള്ളം പറയാം. അതിനാൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞുകൊള്ളൂ. ശുക്രമഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാബലി അല്പനേരം ചിന്തിച്ചിരുന്നു. ഗൃഹസ്ഥൻ നിത്യവും ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് അങ്ങന്ന് തന്നെയല്ലേ പറഞ്ഞു തന്നത്? പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്ന ഞാൻ കൊടുക്കാമെന്ന് ശപഥം ചെയ്തിട്ട് വിപ്രനെ വെറും കൈയോടെ അയക്കുന്നത് ശരിയാണോ? അസത്യത്തെക്കാൾ അധർമ്മം മറ്റൊന്നില്ല. ഈ വിപ്രനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദാനത്തിന്റെ ഫലമെന്ത്? ദേവന്മാരോടടക്കിയ ഈ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടാലും എന്റെ യശസ് നശിക്കില്ലല്ലോ. തന്റെ ഉപദേശം സ്വീകരിക്കാത്ത സത്യസന്ധനായ മഹാബലിയെ ക്രോധത്തോടെ ശുക്രൻ ശപിച്ചു. എന്റെ ഉപദേശം കേൾക്കാതെ ഗുരുവായ എന്നെയും ഉപേക്ഷിച്ച് എന്റെ ആജ്ഞയെ ലംഘിക്കുന്ന നിന്റെ ഐശ്വര്യം മുഴുവൻ നശിക്കട്ടെ. ആചാര്യൻ ഇങ്ങനെ ശപിച്ചിട്ടും ധന്യനായ ആ മഹാബലി സത്യത്തെ ലംഘിച്ചില്ല. ഉദകപൂർവം ഭൂമി വാമനമൂർത്തിക്കായി സമർപ്പിച്ചു. ത്രിലോകങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ രൂപം വളർന്നു വളർന്നു വന്നു. മഹാബലിയും ഇർത്തിക്കുകളും സദസ്യരും ആ വളരുന്ന ശരീരത്തിൽ സർവലോകങ്ങളെയും ദർശിച്ചു. പാദതലത്തിൽ അധലാദികളായ കീഴ്ലോകങ്ങളും, പാദത്തിൽ ഭൂമിയും, കണങ്കാലുകളിൽ ഗിരികളും, ഊരുക്കളിൽ മരുതഗണത്തെയും, ഗുഹ്യത്തിൽ ബലി തുടങ്ങിയ ദൈത്യരെയും, മാറിടത്തിൽ പത്മാദേവിയെയും, അങ്ങനെ എല്ലാ അവയവങ്ങളിലും അതാതു ദേവന്മാരെയും മഹാബലി കാണുന്നു. ശംഖചക്രാദ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ഭഗവാനെ ഇന്ദ്രാദി ലോകപാലന്മാർ സേവിക്കുന്നു. ഒരു കാലടി കൊണ്ട് ഭൂമി അളന്നു. ശരീരവ്യാപ്തി കൊണ്ട് ആകാശതലം നിറഞ്ഞ് കൈകൾ കൊണ്ട് 10 ദിക്കുകളെയും ആക്രമിച്ച് രണ്ടാമതൊരു കാലടി കൂടി വെച്ചു. അത് വിണ്ണിനെയും അതിക്രമിച്ച് മഹർലോകം, ജനർലോകം, തപോലോകം എന്നീ ലോകങ്ങളെല്ലാം കടന്നു. മൂന്നാമതൊരടി വെക്കുവാൻ മഹാബലിക്കൊന്നും ശേഷിച്ചില്ല. എല്ലാ ലോകങ്ങളും നിറഞ്ഞ ആ ഭഗവത് രൂപം കണ്ട് ബ്രഹ്മാവ്, നാരദൻ തുടങ്ങിയവരെല്ലാം വന്നു നമസ്കരിച്ചു. ഭഗവാൻ ഉയർത്തിയ ആ പാദം ബ്രഹ്മാവ് സത്യലോകത്തിലിരുന്ന് ആ പാദത്തെ കഴുകി. അവിടെ ഒഴുകിയ ജലം ഭഗവത് പാദസ്പർശനത്താൽ പാവനമായി തീർന്നു. ജഗത്രയം ശുദ്ധമായി. ശ്രീഹരി വിശ്വരൂപത്തെ മറച്ചു പൂർവ്വരൂപത്തെ സ്വീകരിച്ചു. ബ്രഹ്മാദി ലോകേശ്വരർ വിഷ്ണുദേവനെ വിധി പോലെ പൂജിച്ചു. ജാംഭവാൻ ഭേരിനാഥം മുഴക്കിക്കൊണ്ട് മാനസവേഗത്തിൽ ദിക്കുകളിലെല്ലാം സഞ്ചരിച്ച് വാമനമൂർത്തിയുടെ വിജയമഹോത്സവം കൊണ്ടാടി. 3 അടി കൊണ്ട് മഹാബലിയുടെ വിത്തമെല്ലാം അപഹരിച്ചത് കണ്ട് ദൈത്യനായകന്മാർ ഇവൻ വിപ്രനല്ല, മായാവിയാണ്, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് ആയുധങ്ങളുമായി അടുത്തു. ഇത് കണ്ട് മഹാബലി അവരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. എന്നിട്ട് മഹാബലി അവരോട് പറഞ്ഞു, നമുക്ക് യുദ്ധം വേണ്ട. ഈ കാലം നമുക്ക് നല്ലതല്ല. ഈശ്വരനെ കീഴടക്കാൻ വിചാരിച്ചാൽ സാധിക്കില്ല. ഏതൊരു ദേവനാണോ നമുക്ക് ഉത്കർഷം തന്നത്, ആ ദേവൻ തന്നെ നമുക്ക് നാശത്തിന് ഉത്സാഹിക്കുന്നു. ഇത് കേട്ട അസുരന്മാരെല്ലാം പാതാളം പൂകി. ഗരുഡൻ വരുണപാശം കൊണ്ട് മഹാബലിയെ വരിഞ്ഞു കെട്ടി. ബന്ധനസ്ഥനായ മഹാബലിയോട് ശ്രീഹരി പറഞ്ഞു, 3 അടി സ്ഥലം എനിക്ക് തരാമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? കഷ്ടിച്ച് 2 അടി കൊണ്ട് ലോകങ്ങളെല്ലാം ഞാൻ അളന്നു കഴിഞ്ഞു. 3-മതൊരടി സ്ഥലം കൂടി എനിക്ക് തരണം. ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. വാക്ക് ലംഘിച്ചാൽ സ്വർഗപ്രാപ്തി നഷ്ടമാകുമെന്നും സ്വസ്ഥാനത്ത് നിന്ന് അധപതനവും സംഭവിക്കുമെന്നറിയാമല്ലോ. ഇഷ്ടം പോലെ ഭൂമി നൽകാമെന്ന് പറഞ്ഞ് എന്നെ വഞ്ചിച്ച നീ കുറച്ചുനാൾ നരകത്തിൽ കിടക്കുക. മഹാബലി ദേവദേവനോട് പറഞ്ഞു, സത്യം ഭഗവതാ പ്രോക്തം ധർമ്മോയം ഗൃഹമേധിനാം അർത്ഥം കാമം യശോവൃത്തിം
യോ ന ബാധേത കർഹിചിത്. ഉത്തമ ശ്ലോക, എന്റെ വാക്യം സത്യമല്ലെന്ന് അങ്ങേക്ക് തോന്നുന്നുവോ? എങ്കിൽ സത്യമാക്കാൻ ഞാൻ പറയുന്നു. ഇത് വഞ്ചനയല്ല. മൂന്നാം പാദം എന്റെ ശിരസിൽ തന്നെ അങ്ങ് അളന്നുകൊള്ളുക എന്ന് പറഞ്ഞ് മഹാബലി ശിരസ് കുനിച്ചു കൊടുക്കുന്നു. അങ്ങനെ മഹാബലിയെ ഭഗവാൻ വിശ്വകർമാവ് തീർത്ത സുതലത്തിലേക്ക് പോകാൻ അനുഗ്രഹിക്കുന്നു. അല്ലാതെ മഹാബലിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. മറിച്ച് മഹാബലിയുടെ ഭക്തിയിൽ സംപ്രീതനായി സ്വർഗത്തേക്കാൾ ഉത്തമമായ സുതലം എന്ന വിശിഷ്ട ലോകത്തിലേക്കാണ് പറഞ്ഞയച്ചത്. അവിടെ ജീവിക്കുന്നവർക്ക് രോഗങ്ങളോ ജരാനരകളോ ബാധിക്കുകയില്ലെന്നും ഭാഗവതം പറയുന്നു. മാത്രമല്ല അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവിയും നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അവിടെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, അതുകൊണ്ട് ഇന്ദ്രാദികളുടെ ഉപദ്രവവും ഉണ്ടാകില്ല. പിന്നീട് ഭഗവാൻ മുത്തശ്ശനായ പ്രഹ്ലാദനോട് പറയുന്നു, പ്രഹ്ലാദ വത്സ, പൗത്രനോടൊത്ത് അങ്ങും ജ്ഞാനികൾക്ക് സൗഖ്യം നൽകി സുതലത്തിൽ വസിക്കുക. അവിടെ ഗതാപാണിയായി എപ്പോഴും എന്നെ നിങ്ങൾക്ക് കാണാനാകും. പ്രഹ്ലാദന്റെ കർമ്മബന്ധവും അതോടെ തീരും എന്ന് പറയുന്നു. പ്രഹ്ലാദനും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മഹാബലിയോടൊത്ത് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് സുതലത്തിലേക്ക് പോകുകയും ഭഗവാൻ ശുക്രനോട് മഹാബലി ആരംഭിച്ച യാഗം പൂർത്തിയാക്കാനും കർമ്മങ്ങൾക്ക് വിഘ്നം വരാൻ പാടില്ല എന്നും ഭഗവാൻ പറയുന്നു. മഹർഷിമാർ, മനുക്കൾ, ദക്ഷൻ, ആതിഥേയന്മാർ, സനൽകുമാരന്മാർ, ഭൃഗുമഹർഷി, അങ്കിരസ് എല്ലാവരും ചേർന്ന് ഉപേന്ദ്രനായ വാമനമൂർത്തിയെ അഭിഷേകം ചെയ്തു. ദേവേന്ദ്രന്മാർക്കും ബ്രഹ്മശങ്കരന്മാർക്കും പാർവതീദേവിക്ക് പോലും ലഭിക്കാത്ത ഈ ഭാഗ്യം കിട്ടിയ മഹാബലിയെ നമ്മൾക്കും ഇന്ന് ഭക്തിപൂർവം സ്മരിക്കാം, നമസ്കരിക്കാം. ശ്രീഹരിയുടെ ഈ കഥ കേട്ടാൽ ദുഃഖങ്ങളെല്ലാം അകലും. കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൻ്റെ ഗുണഫലം കിട്ടാതിരിക്കില്ല നിശ്ചയം എന്ന് ശ്രീ ശുക മഹർഷി പരീക്ഷിത്തിനോട് പറയുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.